ഹായ് സുഹൃത്തുക്കളെ, ഒരു 2-3 വർഷത്തിന് മുന്നേ തന്നെ എൻ്റെ മുഖത്ത് കറുത്ത പാടുണ്ടായി. പലരും പറഞ്ഞ് ഇത് കരിവെങ്കലമാണെന്നും സമയദോഷം വരുമ്പം ഇങ്ങനെയൊക്കെയാണ് കഷ്ടകാലം എന്നൊക്കെ പറയുമായിരുന്നു. പക്ഷെ അതിന് ഞാൻ ചെവി കൊടുത്തില്ല. ഞാൻ ഡോക്ടറെ കണ്ടപ്പോഴത്തേക്ക് വിറ്റാമിൻ്റെ കുറവാണെന്ന് പറഞ്ഞ് നമുക്ക് ഈ പനിയൊക്കെ വരുമ്പോഴത്തേക്ക് കുറേ ദിവസം കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്കും വിറ്റാമിൻ ശരീരത്തിൽ കുറയും. അപ്പോൾ അങ്ങനെ ആയിരിക്കുമെന്ന് ഡോക്ടർ പറഞ്ഞായിരുന്നു. പക്ഷേ വിറ്റാമിൻ്റെ ഗുളിയൊക്കെ അന്ന് കഴിച്ച് എന്നിട്ടത് പോണൊന്നുമില്ലായിരുന്നു. അങ്ങനെ ആയപ്പോഴത്തേക്ക് എന്ത് ചെയ്ത് 2-3 വർഷത്തിന് മുമ്പുള്ളവരെ പറഞ്ഞു. പിന്നെ ഒരു വർഷമൊക്കെ വന്ന് വർഷത്തിന് മുമ്പൊക്കെ വരെ ഞാൻ ഈ കറുപ്പ് കൂടുതലായിട്ട് എൻ്റെ മുഖത്തുണ്ടായിരുന്നു, ഒരു വർഷത്തിന് മുമ്പ് വരെയൊക്കെ. എന്നിട്ട് വേറെ ഒന്നും ചെയ്യുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ആകുമ്പോൾ ഈ കറുപ്പ് പോയിട്ട് ഇതുപോലെ കളർ ഇങ്ങനെ വരും, പിന്നെ ഇത് കൂടും, പോകാതിരുന്നു. അങ്ങനെ ആയപ്പോൾ ഞാൻ വേറെ ഒന്നും ചെയ്തില്ല. ഒരു 4 മാസത്തിന് മുന്നേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്കുള്ള വീഡിയോയിൽ ഈ കറുപ്പ് നന്നായിട്ട് അറിയാം. കാരണം അപ്പോഴും മുഖത്ത് കറുപ്പ് വരും, അതുകൊണ്ടാണ് വീഡിയോയിൽ ഈ കറുപ്പ് നന്നായിട്ട് അറിയാമെന്നുള്ളത്. ഇടയ്ക്കിടയ്ക്കാകുമ്പം കറുപ്പ് നന്നായിട്ട് പോകും. അപ്പോൾ അത് വീഡിയോയിൽ എടുക്കുമ്പോഴത്തേക്ക് കറുപ്പ് കാണില്ല. അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഞാനിപ്പോൾ ഒരു 6 മാസത്തേക്ക് മുമ്പ് ചെയ്ത ട്രിപ്പാണ് കേട്ടോ. ഇങ്ങനെ ട്രിപ്പ് ചെയ്ത ശേഷം കറുപ്പ് വന്നിട്ട് കറുപ്പ് പോയിട്ട് പിന്നെ വരുന്നില്ല. ഇപ്പം രേഖകളില്ലാതെ തന്നെ പോകാൻ പോകുന്നു. ഈ ഭാഗത്തില്ല, ഈ ഭാഗത്തില്ല, നന്നായിട്ടറിയാം. പക്ഷെ ഈ ഭാഗത്ത് രേഖകളോട് കൂടി തന്നെ മാഞ്ഞു പോവാൻ തീരുമാനിച്ചിരിക്കുന്നു. ഒരു 3 മാസത്തിനൊക്കെ മുന്നേ എടുത്ത വീഡിയോകളിലൊക്കെ കാണാം, കറുപ്പുണ്ടായിരുന്നു, നന്നായിട്ട് കറുപ്പ് ഉണ്ടായിരുന്നു മൂക്കിലും ഇവിടെയുമായിട്ട്. പലരുടെയും മുഖത്ത് ഇത് കാണുന്നുണ്ട്. അപ്പോൾ പലരും പറയുമായിരുന്നു ഇതുപോലെ അവർക്കും ഇതുപോലെ സമയദോഷം വന്നതാണ്. ചിലർ പറയുന്നത് കരിവെങ്കലമാണെന്നൊക്കെ ഡോക്ടർമാരെ കാണിച്ചു തന്നു. ഞാൻ ഒരു ട്രിപ്പ് ചെയ്തു, ഒരു 6 മാസത്തേക്ക് മുന്നേ ചെയ്തതാണ്. ഇപ്പം അതിൻ്റെ അടയാളം പോലും ഇല്ലാതെ പോകാൻ പോകുന്നു. കണ്ടല്ലോ, അടയാളം തീരുന്നതിന് മുന്നേ എനിക്ക് ആ വീഡിയോ ഇടണമെന്ന് തോന്നിയവരാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത്. ഇത് കണ്ട, ജാതിക്കായുടെ കുരു കണ്ടല്ലോ. ഈ കുരുവിന് ഈ പത്തിരി ഇത് മാറ്റിയതിന് ശേഷം ഈ കുരു എടുക്കണം. പക്ഷെ ഞാൻ നല്ല ഉണക്കിയെടുത്ത്, അതായത് ഈ ജാതിക്ക ഇതിപ്പോൾ ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെച്ചിരുന്നതാണ്. കണ്ട, ഇത് അയ്യോ മോശമാണല്ലോ, ഇല്ലാതെ പോയി പിന്നെ അയ്യോ അല്ല. കണ്ട, ഇതിൻ്റെ കുരുവാണ് ഞാൻ എടുത്തിട്ട് ആ പത്തിരിയൊക്കെ മാറ്റിയ ശേഷം ഞാൻ ഇതിനെ നന്നായിട്ട് ഉണക്കി. ദിവസങ്ങൾ കുറേ മാസവും വെച്ചതിന് ശേഷം ഇങ്ങനെ ആയതിന് ശേഷം ഇതിപ്പോൾ കാണിക്കാൻ വേണ്ടി എടുത്തതിന്. പക്ഷേ ഇതിനു മുമ്പ് ഞാൻ ഇങ്ങനെയാണ് ചെയ്തതെന്നല്ല, കാണിക്കാൻ വേണ്ടി എടുത്ത വീഡിയോ ആണ്. ഇങ്ങനെ ആയിട്ട് ഈ കുരുവിന് നല്ല ഉണങ്ങിയ ശേഷം ഇതിനകത്ത് കുരുവിനെ എടുത്തിട്ട് നല്ല നിരന്ന കല്ലിൽ വെച്ച് ഇതിനെ നന്നായിട്ടൊന്ന് ഉരച്ചിട്ട് നമുക്ക് ആവശ്യത്തിന് എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ മൂക്കിൽ ഈ ഭാഗത്തും എന്നും രാവിലെ ചെയ്യുമായിരുന്നു കേട്ടോ. ഒരു 15 മിനിറ്റ് ഞാൻ ഇങ്ങനെ വയ്ക്കുമായിരുന്നു. അങ്ങനെ വെച്ച് ഒരു 15 ദിവസം ഞാൻ കറക്റ്റ് ചെയ്തു. അത് ഞാൻ വേറൊരു ചേച്ചിയിൽ നിന്ന് അറിഞ്ഞതാണ് ഇങ്ങനെ ചെയ്താൽ പോകുമെന്ന് ആൾക്കാർ പറയണത്. പക്ഷെ ആ ചേച്ചി പറഞ്ഞത് ശരിയായിരുന്നു, കറക്റ്റ്. ഈ ഭാഗത്തില്ല, കണ്ടല്ലോ, ഈ ഭാഗത്തില്ല, ശകലം പോലും ഇല്ല. പക്ഷെ ഈ ഭാഗത്ത് ഇത് വന്നതിൻ്റെ അടയാളം തീരുന്നതിന് മുന്നേ പറയണമെന്ന് കരുതി. കണ്ട, സൂക്ഷിച്ച് നോക്കി അറിയാം. മൂക്കിലുമായിട്ടും ഉണ്ട്. പക്ഷെ വലിയ ഇതായിട്ടുള്ള പാട് വന്ന് ഇടയ്ക്കിടയ്ക്ക് വരും, ഇടയ്ക്കിടയ്ക്ക് ഈ പാടില്ലാതിരിക്കും. അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞാൽ ചിലപ്പോൾ ശരിയായിരിക്കും, വിറ്റാമിൻ്റെ കുറവായിരിക്കാം. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നല്ല ഭക്ഷണം കഴിക്കുമ്പോഴത്തേക്ക് ഇത് മാറുന്നുണ്ട്, പിന്നെ വീണ്ടും ഇങ്ങനെയൊക്കെ വന്നുകൊണ്ടിരുന്നു. അങ്ങനെ ആയിരിക്കാം. ഇപ്പോൾ ഒരു 6 മാസം മുന്നേ ഞാൻ ഇത് ചെയ്തിട്ട് അത് മാഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു, പിന്നെ വരുന്നില്ല. ഇപ്പോൾ അത് മാഞ്ഞ് തീരുന്നതിന് മുന്നേ തന്നെ എനിക്കത് വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. ഇതിൻ്റെ കുരു അരച്ച്, അതായത് കുഞ്ഞായിട്ട് ഉരച്ച് നമുക്ക് ആവശ്യമുള്ള ഭാഗത്ത് ഈ വന്ന പാടല്ല, നമ്മൾ ശരീരത്തുള്ള കറുപ്പല്ല, വന്ന പാടുള്ളിടത്ത് മാത്രം ഇടുക. കറക്റ്റായി പോയി കിട്ടുമെന്നുള്ളൊരു റിസൾട്ടാണ് ഇത്. അപ്പോൾ ഞാനിതിപ്പോൾ കുറേ എടുത്ത് ഉണക്കി, കണ്ട, ഇത്രയൊക്കെ എടുത്ത് ഞാൻ ഉണക്കിയായിരുന്നു. ഇതിൽ ഈ നല്ല ഉണങ്ങിയത് കണ്ട, വേറെയും ഉണ്ട്. ഇതുണ്ട, ഇതൊക്കെ
നമ്മൾ പറിക്കുന്ന കളഞ്ഞ് പൊട്ടിക്കീറി വീഴുന്നതിനുള്ളതാണ് നമ്മൾ ഈ എടുത്ത് വെച്ചേക്കുന്നത്. പക്ഷേ ഇതല്ല സംഭവം വേണ്ടത്. നമുക്ക് ഇതുപോലെ നല്ല ഇത്രയും ഉണങ്ങിയതായിരിക്കണേ ആവശ്യം. ഇതിനകത്തെ കുരു സൗണ്ട് കേൾക്കുന്നില്ലേ? ഇങ്ങനെ കേട്ടതിന് ശേഷം എങ്കിലും അതൊരു ഉപയോഗമുള്ളൂ കേട്ടാ. കണ്ട ഇതുപോലത്തെ സൗണ്ട് കേൾക്കും. അപ്പം ഇതിനകത്ത് അങ്ങനെ കേൾക്കുന്നതിനെടുത്തിട്ട് കുറച്ച് നമ്മൾ അങ്ങാടി കടയിൽ പോയാൽ നമുക്ക് ഇത്രയും ഉണക്ക നമുക്ക് കിട്ടും. പിഞ്ചല്ല, നമുക്ക് ഇത്രയും ഉണക്ക കിട്ടും. ഇതിനെ ഉരച്ച് അവരും തരുന്നത് ഇങ്ങനെയൊക്കെ ഉള്ളതായിരിക്കും. കാരണം കടയിലൊക്കെ അങ്ങാടി കടയിലൊക്കെ ഇത്രയും ഉണക്കാണ് എടുക്കുന്നത്. അപ്പം അവിടെ പോയി വാങ്ങിച്ചാൽ നമുക്ക് ഇത്ര ഉണക്കയായിരിക്കാം കിട്ടുന്നത്. സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പം എടുത്ത് കല്ലിൽ വെച്ച് നന്നായിട്ട് ഉരയ്ക്കുമ്പോൾ അത് മഷി കണക്ക് വരും. ഒരു ചന്ദനം ഉണ്ടല്ലേ, വെള്ള ചന്ദനം, അതുപോലെ ഇത് വരും നമ്മൾ കുഴയ്ക്കുമ്പോൾ കിട്ടുന്ന പോലെ. അതിനെടുത്ത് നമ്മൾ ആവശ്യത്തിന് മാത്രം പുരട്ടുക. ഒരു 15 ദിവസം നിത്യേന ഞാൻ പുരട്ടി. പക്ഷെ നിങ്ങൾ രാവിലെ വൈകിട്ട് പുരട്ടുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു അത്രയൊന്നും പോവേണ്ടതായി വരില്ല. പോയിട്ട് പിന്നെ ഈ 6 മാസം മുമ്പ് ഞാൻ പുരട്ടിയതാണ്. ഇത് പോയിട്ട് പിന്നെ ഈ കറുപ്പ് വരുന്നില്ല. അങ്ങനെ ഇപ്പം ഞാൻ വിചാരിച്ചത് ഇതിനെക്കുറിച്ചൊരു വീഡിയോ ഇടാം. കാരണം ആർക്കെങ്കിലും ഉപയോഗപ്രദമാണെങ്കിൽ ആവട്ടെ. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാനിത് ആദ്യം ഉപയോഗിച്ച സമയത്ത് എനിക്കതറിയില്ല, നമ്മുടെ മുഖത്തിനൊക്കെ അലർജി ഉണ്ടാവും. അലർജി ഉള്ളവർക്കായിരിക്കാം തൊലിപ്പുറത്തൊക്കെ അലർജി. എനിക്ക് സംഭവം ഉണ്ട്. അപ്പോൾ ഈ തൊലിപ്പുറത്ത് ഇങ്ങനെ അലർജി ഉള്ളവർ ഇത് ഇടുമ്പോഴത്തേക്ക് നന്നായിട്ട് നീറും എന്ന് എനിക്ക് മനസ്സിലായതാണ് കേട്ടോ. അനുഭവം കൊണ്ടാണ് നമ്മളൊരു കഥ പറയണത്. അപ്പോൾ നന്നായിട്ട് നീറി പൊള്ളി എൻ്റെ മുഖമൊക്കെ ഒരുമാതിരി ഉണ്ടാക്കാൻ പറ്റില്ല. ഞാൻ കുറേ ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ എന്ത് ചെയ്ത് എൻ്റെ മനസ്സിലുദിച്ചതാണ് അലർജി ഉള്ള കസ്തൂരി മഞ്ഞളും ഇടാൻ കഴിയില്ല. കാരണം മുഖം നന്നായിട്ട് പൊള്ളും. അപ്പോഴെന്താണ് അവർ ചെയ്യുന്നത്? എണ്ണ പുരട്ടിയാണ് പലരും ഇടുന്നതായിട്ട് അറിയാമെന്നുള്ളത്. ഞാനിത് അതൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഇങ്ങനെ ഒരു ഇത് ഞാൻ എനിക്ക് അനുഭവമുണ്ട്. ഞാൻ പറയണതാണ്. അതൊക്കെ മറ്റതൊക്കെ ഞാൻ കേട്ട് പറയണതാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞ് അറിവുള്ളത് കൊണ്ട് ഞാൻ ചെയ്ത് ഇതിൻ്റെ കുരുവിൽ ഞാൻ ആദ്യം ഇട്ടപ്പോഴത്തേക്ക് എനിക്ക് മുഖം നന്നായിട്ട് നീറി പ്രശ്നം ഉണ്ടായി. മുഖം ഒരുമാതിരിയായി. പിറ്റേന്നായപ്പോൾ അത് മാറി. ഞാൻ അന്നത്തെ ഒരു ഇതാണ്. അപ്പോൾ അതെനിക്ക് ഇടാൻ പറ്റൂല എന്ന് മനസ്സിലായതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഈ കുരു ഉരച്ചതിൽ എണ്ണ പുരട്ടിയതിന് ശേഷം ഞാനിത് ഉപയോഗിച്ച്. അപ്പോഴത്തേക്കും മുഖത്ത് നീറ്റലില്ല. ഇതൊക്കെ ഉണ്ടല്ലോ, നീറ്റലില്ല. അങ്ങനെ ഞാൻ ഇട്ട് 15 ദിവസം ഞാൻ തുടരട്ടെ. അപ്പം നിങ്ങൾ രാവിലെ വൈകിട്ടൊക്കെ ഇടണമെന്നുണ്ടെങ്കിൽ ഇതിനേക്കാൾ നല്ല റിസൾട്ട് കിട്ടും എന്നുള്ള ഉറപ്പാണ്. നമ്മൾ അപ്പോഴും മനസ്സിലാക്കി വെക്കുക. ഇതുപോലുള്ളത് കൈവെങ്കിലോ കഷ്ടകാലമൊന്നുമല്ല. ഇപ്പം അതൊക്കെ മാറി കിട്ടും. അതൊന്നും വരാത്ത ആൾക്കാരില്ല. ഇങ്ങനെ ഈ മുഖത്തേക്ക് കറുപ്പൊന്നും വീഴാത്ത ആൾക്കാരില്ല. അത് ചെയ്യുന്നു. നമുക്ക് അതേ കളറിലെ ഇതല്ല. ഇപ്പം നല്ല വെളുത്ത ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, ഞാനൊന്നുമല്ല, ഞാൻ പറയുന്നതാണ്. വെളുത്ത ആൾക്കാരുടെയൊക്കെ ദേഹത്ത് ഇങ്ങനെയൊക്കെ കറുപ്പുകൾ വന്നു കഴിഞ്ഞാൽ അതൊരിതായിരിക്കും. പക്ഷേ നമുക്കത് ഇങ്ങനെയുള്ള ഇതൊക്കെ ഉപയോഗിച്ചാൽ മാറിക്കിട്ടും എന്ന് ഞാൻ പറഞ്ഞതാണ്. ഞാൻ ഉപയോഗിച്ച റിസൾട്ടാണ് ഇത്. ഓക്കെ, എന്തായാലും ഇത് ഉണക്കി ഈ സൗണ്ട് ഇതിനകത്ത് കേൾക്കും കേട്ടോ. നമ്മൾ തേങ്ങ ഉണങ്ങിയിട്ട് ഇതിനകത്തിട്ട് കൊട്ടത്തേങ്ങയ്ക്ക് സൗണ്ട് ഉണ്ടാവില്ല, അതുപോലത്തെ സൗണ്ട് ഉണ്ടാകും. അപ്പോൾ ആ സൗണ്ട് ഉള്ളപ്പോഴത്തേക്കാണ് നമുക്കിത് മരുന്നായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നത്. അങ്ങാടി കടയിലൊക്കെ കിട്ടുന്നത് ഇങ്ങനത്തെ ഉണക്കയാണ് കേട്ടോ. അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിതാ ഈ പച്ചയുടെ എടുത്തിട്ട്. കാരണം ഇത് പൊട്ടിക്കീറിയിട്ടാണല്ലോ ജാതിക്ക മുഴുത്തതാവണത്, പൊട്ടിക്കീറിയിട്ടാണ്. അപ്പോഴത്തേക്കും ഇങ്ങനത്തത് എടുത്തിട്ടാണ് ഞാൻ ഉണക്കി ഇങ്ങനെ ആക്കി എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ വെച്ചിരുന്നത്. എന്നിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ പൊട്ടിക്കീറി വീണ അന്നത്തേതാണ്. ഇതാ പിറ്റേന്നാവുന്ന രീതിയാണ്. അതിന് ശേഷം നമ്മൾ ഉണക്കി ഇതാ 2-3 ദിവസം ആകുമ്പോൾ ഇങ്ങനെയാവും. പിന്നെ ഇതാ ഈ രീതിക്കാവും. കണ്ടല്ലോ, ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അവസ്ഥ ഇതാ ഇങ്ങനെയാവും. ഇതാ ഇങ്ങനെ കുറേ പൊളിഞ്ഞളവും. ഇതും കഴിഞ്ഞിട്ടാണ് ഇതാ ഇത്ര രീതിയിൽ ഇത് ഉണങ്ങി വരുന്നത്. ഇങ്ങനത്തെ സൗണ്ടും കേൾക്കുന്നത്. അപ്പം അങ്ങനെയുള്ള സാധനം എടുത്ത് ഉരച്ചിട്ട് കഴിഞ്ഞാൽ ഇതുപോലുള്ള റിസൾട്ട് കിട്ടും. ചെയ്ത് നോക്കുക. പറഞ്ഞത് നിങ്ങൾക്ക് താല്പര്യമാണെന്നുണ്ടെങ്കിൽ മാത്രം. അപ്പോൾ അലർജി ഉള്ളവർ എണ്ണ കൂടി കുഴച്ച് ഇടാൻ മറക്കണ്ട. ഓക്കെ, താങ്ക് യു. അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.